എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീന വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇപ്പം പറയണം. ഈ ഗേറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചാൻസ് ഇല്ല എന്ന് പറയുമ്പം വലിയപ്പച്ചൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു കാര്യവും ഇനി ചെയ്യേണ്ട കാര്യമില്ല, നേരെ വണ്ടി കടയിലേക്ക് വിട്, അവിടെ ചെന്നിട്ട് ഇനി ചോദ്യം പറച്ചിലൊക്കെ ഉള്ളൂ എന്ന്. ഏതായാലും വണ്ടി നേരെ കടയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. കടയുടെ ഫ്രണ്ടിൽ കൊണ്ടിടാതെ ഒരിത്തിരി മാറ്റിയാണ് വണ്ടി ഇട്ടേക്കുന്നത്. എന്നിട്ട് അലീന വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയും കടയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വലിയപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, മോള് തന്നെയാണോ പോകുന്നത്, ഞാനും വരണ്ടേ എന്ന്. അന്നേരം വലിയപ്പച്ചനെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞാൽ അലീന ആദ്യം ചെല്ലും. കടയിൽ ചെന്നിട്ട് ഇവർ ഇന്ന് മേടിച്ച സെയിം ലിസ്റ്റ് കാണിച്ചിട്ട് പറയുവാണ് ഈ സാധനങ്ങളെല്ലാം വേണം എന്ന്. ഓരോന്ന് വായിച്ച് അലീന കൊടുക്കുമ്പോൾ വേണ്ടെങ്കിൽ തന്നാൽ മതി, ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് കടയിലെ പണിക്കാരൻ സാധനങ്ങളെല്ലാം എടുക്കുവാണ്. ആ സമയം അലീന കടയിലെ മുതലാളി അവിടെ ഇരിപ്പുണ്ട്. അയാളോട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഈ കടയിൽ ന്യായവിലയ്ക്കല്ലേ എല്ലാം വിൽക്കുന്നത് എന്ന്. അന്നേരം അങ്ങനെയാണ് വിൽക്കുന്നത്, അതെന്താ ഇങ്ങനെ ഒരു സംശയം എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാനിവിടെ പുതിയതാണ് അതുകൊണ്ട് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് എന്ന് പറയുമ്പം അങ്ങനെ പറയുന്നുണ്ട്, ന്യായവിലയ്ക്കാണെന്ന് മാത്രമല്ല നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ് ഞങ്ങൾ ഇവിടെ വിൽക്കുന്നത്, ഒരു രൂപ പോലും കൂട്ടി മേടിക്കാറില്ല എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് അലീന എവിടെയുള്ളതാണ് കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പം ഞാനങ്ങ് തിരുവനന്തപുരത്താണെന്നാണ് വന്നേക്കുന്നത്, ഇവിടെ വന്ന് താമസിക്കുന്നതാണ് എന്നൊക്കെ പറയും. ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പം പറയുന്നത് സ്റ്റാൻലിയുടെ തോട്ടത്തിലെ ജോലിക്കാരിയായിട്ട് വന്നതാണ് എന്നാട്ടോ പറയുന്നത്. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, ആ സ്റ്റാൻലി ചായൻ്റെ തോട്ടത്തിലേക്കും അതുപോലെ വീട്ടിലേക്കും ജോലിക്കാരും എല്ലാം സാധനങ്ങൾ മേടിക്കുന്നത് ഈ കടയിൽ നിന്ന് തന്നെയാണ്, ഈ കടയിൽ എല്ലാം നല്ല സാധനങ്ങളാണ്, അതുകൊണ്ടാണ് അവർക്ക് മേടിക്കുന്നത് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയും. അപ്പോഴത്തേക്കും ആ ജോലിക്കാരെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ബില്ലെടുത്ത് അങ്ങനെ ലിസ്റ്റ് എടുത്ത് മുതലാളിയുടെ കയ്യിലോട്ട് കൊടുക്കും. അയാൾ ഓരോന്നിൻ്റെയും വില എഴുതി കൂട്ടി അലീനയുടെ കൈ കൊടുക്കും. നോക്കുമ്പോൾ എല്ലാം കൂടെ 800 സംതിങ് രൂപയായിട്ടുള്ളൂ. അന്നേരം അലീന, ഞാനേ ഇതെല്ലാം എടുക്കാൻ വേണ്ടിയുള്ള സഞ്ചി വണ്ടിയിലിരിപ്പുണ്ട്, അത് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് നേരെ വണ്ടിയുടെ അടുത്തോട്ട് ചെല്ലും. എന്നിട്ട് ബൈജുവിനോടും വലിയപ്പച്ചനോടും പറയുവാണ്, ഇന്ന് മേടിച്ച സാധനങ്ങളുടെയും ഇന്നലെ മേടിച്ച സാധനങ്ങളുടെയും പറ്റ് ബുക്കിൽ എഴുതിയിട്ടില്ല, അത് നിങ്ങളൊന്ന് പോയി എഴുതിച്ചോ എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും വലിയപ്പച്ചനും ബൈജുവും കൂടെ ആദ്യം ഇറങ്ങിപ്പോവും. അത് കഴിഞ്ഞ് അലീന പൗലോസിനോട് ചോദിക്കുന്നുണ്ട്, പൗലോസേട്ടാ സാധനങ്ങളുടെ എല്ലാം ലിസ്റ്റ് ഞാൻ കൊടുത്തു, അതിൻ്റെ വിലയും എഴുതി മേടിച്ചിട്ടുണ്ട്, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവരോട് ചോദിക്കണ്ടേ, അതുകൊണ്ട് ഇറങ്ങി വാ എന്ന് പറയും. അന്നേരം പൗലോസിന് അവിടെ നിന്ന് ഇറങ്ങാൻ മടിയാണ്. അന്നേരം ഇറങ്ങി വാ പൗലോസേട്ട എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോവുകയാണ് കടയുടെ അങ്ങോട്ട്. അപ്പോഴത്തേക്കും അവർ പറ്റുബുക്കിൽ സാധനങ്ങളൊക്കെ എഴുതിച്ചിട്ട് ഇറങ്ങുവാണ്. എന്നിട്ട് വലിയപ്പച്ചൻ അലീനയോട് പറയാം, മോളെ എനിക്ക് കണ്ണ് കാണാൻ മേല, ഈ എഴുതിയേക്കുന്നൊക്കെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചേന്ന്. അന്നേരം അലീന ഓരോന്നും വായിച്ച് കേൾപ്പിക്കുമ്പം അരി എഴുതിയേക്കുന്നത് 40 കിലോയാട്ടോ, വീട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് 30 എന്ന് പറഞ്ഞതാണ്. അന്നേരം വലിയപ്പച്ചൻ ചോദിക്കും, ഇതെന്താ പൗലോസ് 40 കിലോ എന്ന് എഴുതിയേക്കുന്നത്, നീ എന്നോട് 30 കിലോ എന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പൗലോസ് പറയുവാണ്, അത് ഇന്നലെ മേടിച്ച അരിയും കൂടെ കൂട്ടി എഴുതിയതാണ്. അന്നേരം വലിയപ്പച്ചൻ ചോദിക്കും, ഇന്നലെ എഴുതിയേക്കുന്ന അരി 10 കിലോ എന്നല്ലേ നീ പറഞ്ഞത്, അങ്ങനെ നോക്കിയാൽ ഈ കണക്കങ്ങ് ശരിയാകുന്നില്ലല്ലോ എന്ന് പറയുവാണ്. എന്തെങ്കിലും അങ്ങനെ ചോദിക്കും, കടക്കാരൻ ചോദിക്കും, എന്താ നിങ്ങൾക്കൊരു സംശയമെന്ന്. അന്നേരം സംശയം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോൾ പറയാം എന്ന് പറയും. അന്നേരം അലീനയ്ക്ക് എഴുതി കൊടുത്ത വിലയും പറ്റുബുക്കിൽ എഴുതിയിരിക്കുന്ന വിലയും കൂടെ വായിച്ചിട്ട് പറയുക കേട്ടോ. ഓരോന്നിനും 15 കിലോയിൽ 15ഉം 20ഉം രൂപ വെച്ച് മാറ്റി എഴുതിയിട്ടുണ്ട്. പഞ്ചസാരയ്ക്കൊക്കെ അലീനയ്ക്ക് കൊടുത്തതും പറ്റുബുക്കിൽ എഴുതിയേക്കുന്നതും തമ്മിൽ 20 രൂപയുടെ കിലോയ്ക്ക് തന്നെ 20 കിലോയുടെ വ്യത്യാസത്തിലാണ് എഴുതി വെച്ചേക്കുന്നത്. അരിയൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെയാണ്. അന്നേരം ഇതെന്താ കാര്യം എന്ന് ചോദിക്കും അലീന. അന്നേരം പറയും, രൊക്കം പൈസ കൊടുത്തല്ലല്ലോ മേടിക്കുന്നത്, പറ്റല്ലേ, അതുകൊണ്ട് ശകലം കൂട്ടി എഴുതുമെന്ന്. അന്നേരം അലീന ചോദിക്കും, ശകലം കൂട്ടി എഴുതും, ഓക്കെ, പക്ഷേ ഇത് തീവെട്ടിക്കൊള്ളയല്ലേ, ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇതൊക്കെ ശരിക്കും മോഷണമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ ദേഷ്യപ്പെടുക. അതിന് ഞാനിവിടെ പുണ്യത്തിനല്ല കച്ചവടം ചെയ്യാനിരിക്കുന്നത്, ആരെയും നിർബന്ധിച്ചിട്ടുമില്ല, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് മേടിച്ചാൽ മതിയെന്ന്. അന്നേരം വലിയപ്പച്ചന് ദേഷ്യം വരും. വലിയപ്പച്ചൻ, നീ എന്നാ വർത്തമാനമാടാ ഈ പറഞ്ഞത്, തന്തയ്ക്ക് പിറക്കായക എന്നോട് പറയരുത്, വലിയ ആൾ കളിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ കടയും ഈ സാമാനം എല്ലാം കൂടെ തൂത്തുവാരിക്കൊണ്ട് കുളത്തുപുഴയിൽ തട്ടും, ഞാൻ സ്റ്റാൻലിയുടെ അപ്പച്ചനാണ്, നിനക്ക് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കും. അതിനിടയ്ക്ക് അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അലീന ആരാണ് എന്ന്. എന്നിട്ട് സ്റ്റാൻലിയുടെ മകളാണ്, എൻ്റെ കൊച്ചുമോളാണ് എന്ന് പറഞ്ഞ് ഇന്നുവരെ അയാൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിയായിരുന്നു. എന്നിട്ട് വലിയപ്പച്ചൻ പറയുന്നുണ്ട്, നിൻ്റെ ഈ കള്ളത്തരമൊക്കെ ഈ നിമിഷം നിർത്താൻ എനിക്കറിയാം, ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നു. അതുപോലെ അലീന പറയുന്നുണ്ട്, ചേട്ടൻ ഇങ്ങോട്ട് ഞങ്ങളോട് ദേഷ്യപ്പെടാൻ വരേണ്ട കാര്യമൊന്നുമില്ല, ഈ കള്ളത്തരം എൻ്റെ പപ്പയോട് പറഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകുന്നത് എന്ന് ചേട്ടൻ അറിയാവോ, അതുപോലെ പോലീസിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക
സംഭവിക്കുന്നതെന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ച് അങ്ങേരെ ഒന്ന് വരട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് മേടിച്ച സാധനങ്ങളിൽ കിലോയിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ടൊന്ന് തൂക്കി നോക്കാൻ പറയും. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, ഞാൻ അരി 40 കിലോ ഇവിടുന്ന് കൊടുത്തു വിട്ടതാണ്, അതിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ അടിച്ചു മാറ്റിയതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കുടഞ്ഞിട്ടിട്ട് കുറച്ച് കൊണ്ടുവന്നതായിരിക്കുമെന്ന്. അന്നേരവും വല്യപ്പച്ചന് ദേഷ്യം വരും. അന്നേരം പറയുന്നുണ്ട്, നീ ഒരുപാട് ആളുകളിക്കരുത് കേട്ടോ, അരി എങ്ങോട്ടാണ് പോയത് എങ്ങനെയാണ് പോയതെന്ന് നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് വല്യപ്പച്ചൻ ദേഷ്യപ്പെടുന്നുണ്ട്. ഏതായാലും നല്ല കാര്യം, ചേട്ടൻ ഇങ്ങനെ കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കാലം ഇതൊക്കെ കഴിക്കും എന്നൊക്കെ ചോദിച്ചിട്ട് അലീന അവിടെ നിന്ന് ഇറങ്ങി പോരുന്നു. അവരോട് വണ്ടി എടുക്കാൻ പറയുവാണ്. വണ്ടി എടുത്ത് പോരാൻ തുടങ്ങുമ്പോഴത്തേക്കും അലീന മേടിച്ച സാധനങ്ങളുണ്ടല്ലോ, അന്നേരം ജോലിക്കാരനെ ഇറങ്ങി വന്നിട്ട് അത് ഇപ്പം മേടിച്ച സാധനങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അതെല്ലാം കൂടെ പുഴുങ്ങി നിൻ്റെ മുതലാളിയുടെ വായിലോട്ട് തന്നെ വെച്ച് കൊടുത്തേരേ എന്ന്. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവർ വണ്ടി എടുത്തങ്ങ് പോരുന്നു. അങ്ങനെ വീടിൻ്റെ മുറ്റത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും വണ്ടിയിൽ നിന്ന് ഇറങ്ങി പൗലോസ് പെട്ടെന്ന് അകത്തേക്ക് പോകാൻ തുടങ്ങുക. അന്നേരം അലീന പറയും, പൗലോസിട്ട് അവിടെ നിൽക്ക്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന്. അതുപോലെ ബൈജു ആണെങ്കിൽ വണ്ടി കൊണ്ട് നിർത്തിയിട്ടും അതിൽ നിന്ന് ഇറങ്ങുന്നില്ലേ. അന്നേരം അലീന ചോദിക്കും, വേറെ എവിടെയെങ്കിലും പോകാനുണ്ടോ എന്ന്. അന്നേരം ഇല്ല എന്ന് പറയുമ്പം, ഇല്ലെങ്കിൽ പിന്നെ ഇതിന് അവിടെ ഇരിക്കുന്നത്, ഇങ്ങോട്ട് ഇറങ്ങി വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയും. അങ്ങനെ നേരെ രണ്ടെണ്ണത്തിനെയും പിടിച്ചു നിർത്തി അലീന ചോദ്യം ചെയ്യുവാണ്. അലീന പൗലോസിനോട് പല രീതിയിൽ ചോദിക്കുന്നുണ്ട്, പക്ഷേ തല കുനിച്ച് നിൽക്കുന്നതല്ലാതെ ഒരക്ഷരം മിണ്ടുന്നില്ല കേട്ടോ. അന്നേരം ബൈജുവിനോട് ചോദിക്കും, ബൈജു ചേട്ടൻ പറ, ഏതായാലും എനിക്ക് ഈ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ നേരെ ഈ കാര്യം കൊണ്ട് അവതരിപ്പിക്കുന്നത് പപ്പയുടെ മുന്നിലായിരിക്കും, പിന്നെ എന്താ ഉണ്ടാകുന്നതെന്ന് അറിയാലോ എന്നൊക്കെ പറയുന്നെങ്കിൽ ബൈജു പറയുന്നുണ്ട്, ഞങ്ങൾ തിരുമറികൾ നടത്താറുണ്ട്, അതെല്ലാം കൂടെ മാസം ഞങ്ങളത് വീതിച്ചെടുക്കുവാണ് എന്ന്. അന്നേരം ആ കണക്ക് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പം 4 വീതിക്കും, അതിൽ ഒരു ഭാഗം കടക്കാരന് കൊടുക്കും, ഒരു ഭാഗം ബൈജുവിനും, ഒരു ഭാഗം പൗലോസിനും, ഒരു ഭാഗം വിനോദിനും കൊടുക്കുമെന്ന് പറയും. അന്നേരം അലീന ചോദിക്കും, ആൻ്റപ്പിച്ചേട്ടനൊന്നും വേണ്ടേന്ന്. അന്നേരം ആൻ്റപ്പിച്ചേട്ടന് ഞങ്ങളൊരു പൈൻറ്റ്, ഒരു റം മേടിച്ചു കൊടുക്കും, അതേ ഉള്ളൂ, വേറെ ഒന്നും കൊടുക്കാറില്ല എന്ന് പറയുമ്പോൾ അതെന്തിനാ എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, ഇതൊക്കെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കാൻ വേണ്ടിയാണ് ആൻ്റപ്പിച്ചേട്ടന് അത് കൊടുക്കുന്നത് എന്ന്. അത് കഴിഞ്ഞ് അലീന രണ്ടെണ്ണത്തിന് നല്ല ചീത്ത പറയുന്നുണ്ട് കേട്ടോ. പൗലോസിനോട് ചോദിക്കുന്നുണ്ട്, പൗലോസേട്ടന് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ തോന്നിയത്, പൗലോസേട്ടനോടുള്ള സ്നേഹവും ഇഷ്ടവും കൊണ്ടല്ലേ സ്വന്തം മോളെ പോലും മാറ്റി നിർത്താൻ അച്ഛൻ ശ്രമിച്ചത്, എന്നിട്ടും ഇതുപോലെ നന്ദികേട് കാണിച്ചല്ലോ എന്നൊക്കെ ചോദിക്കും. അതുപോലെ ബൈജുവിനോടും പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിത് പപ്പയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ബൈജു ചേട്ടൻ അറിയാവോ എന്ന്. അന്നേരം ബൈജു പറയും, എനിക്കറിയാം, എന്നെ ഇവിടുന്ന് തല്ലി ഓടിക്കും, അതുകൊണ്ട് കുഞ്ഞിത് പറയരുത്, ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റ് ആവർത്തിക്കില്ല എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട്, ഈ ഒരു പ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിക്കുവാണ്, ഇനി മേലാൽ ഇങ്ങനെയൊന്നും ചെയ്തേക്കരുത് എന്ന്. അതുപോലെ പൗലോസിനോടും നല്ലത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവരോട് ആ റമ്മ് എടുത്ത് തരാൻ പറയും കേട്ടോ. ആ റമ്മ് ഞാൻ തന്നെ ആൻ്റപ്പിച്ചേട്ടന് കൊടുത്തോളാം എന്ന് പറയുന്നു. അതുപോലെ വലിപ്പിച്ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് ആൻ്റപ്പിച്ചേട്ടനെ ഒന്ന് പോയി കാണണ്ടേ എന്ന്. അന്നേരം പോയി കാണണം, പോയി കണ്ട് ഈ ചൂടാറുന്നതിന് മുമ്പ് നമുക്ക് അവിടെ സംസാരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ അവർ നേരെ അകത്തേക്ക് പോരുവാണ്. അന്നേരം ആൻ്റപ്പന് എന്തൊക്കെയോ ഒരു കള്ളത്തരം മണക്കുന്നുണ്ടായിരുന്നു, കണ്ടുപിടിക്കുമെന്ന് തോന്നിയായിരുന്നു, അതുകൊണ്ട് നല്ല ടെൻഷനിലാണ് അകത്ത്, എല്ലാ പൊടിയെല്ലാം തൂത്തുകൊണ്ടിരിക്കുക. അന്നേരം അലീന അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് ആൻ്റപ്പനോട് പറയുവാണ്, ഒന്ന് കണ്ണടയ്ക്കാൻ. അന്നേരം എന്തിനാ കുഞ്ഞ് എന്ന് ചോദിക്കുമ്പം, ഇവിടുത്തെ പല കാര്യങ്ങളും ആൻ്റപ്പച്ചേട്ടൻ കണ്ണടയ്ക്കുന്നതല്ലേ കാണുമ്പം, അതുപോലെ ഒന്ന് കണ്ണടച്ച് എന്ന് പറയുമ്പം എന്തോ പ്രശ്നമുണ്ട്, എന്തായാലും കുഞ്ഞ് പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ണടയ്ക്കാമെന്ന് പറയും. കണ്ണടച്ച് നിന്ന് കുറച്ച് കഴിയുമ്പം കണ്ണ് തുറന്നോളം പറയും. എന്നിട്ട് ഈ പൈൻ്റ് എടുത്ത് കയ്യിലോട്ട് കൊടുക്കുവാണ് അലീന. അന്നേരം, അയ്യോ എനിക്ക് വേണ്ട കുഞ്ഞ്, ഞാൻ എന്നും കുടിക്കാറില്ല എന്ന് പറയുമ്പം, അല്ല, അവിടെ ഈ ഒരു സാധനം ബൈജു ചേട്ടനും പൗലോസ് ചേട്ടനും ഇടയ്ക്ക് മേടിച്ച് തരാറുണ്ട് എന്ന് എന്നോട് പറഞ്ഞത്, അത് മുടക്കണ്ട എന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് എന്ന് പറയുമ്പോഴേക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആൻ്റപ്പന് മനസ്സിലായി. ആൻ്റപ്പൻ അന്നത്തേക്ക് ക്ഷമ ചോദിക്കും, മോളെ, എന്നെ അവർ നിർബന്ധിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, ഒരിക്കലും മനസ്സോടെ ഞാൻ ചെയ്തതല്ല, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട്, ഈ ഒരു പ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിക്കുവാണ്, ഞാൻ ഒന്നും പറയുന്നില്ല ആൻ്റപ്പച്ചേട്ടനോട്, എനിക്ക് വിശദീകരണം ഒന്നും കേൾക്കുകയും വേണ്ട, എങ്ങനെയാണ് ആൻ്റപ്പച്ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്, എൻ്റെ പപ്പ എന്തോരം വിശ്വസിക്കുന്നുണ്ട് നിങ്ങളെയൊക്കെ, ശരിക്കും എൻ്റെ പപ്പയുടെ ഒരു വലങ്കൈ അല്ലായിരുന്നു ആൻ്റപ്പച്ചേട്ടൻ, എന്നിട്ടാണോ ഇങ്ങനെ ചെയ്തത്, ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പയ്ക്ക് എന്തോരം വിഷമം ഉണ്ടാകും എന്നറിയാവോ എന്നൊക്കെ ചോദിക്കുന്നതെയും ആൻ്റപ്പൻ പറയും, മോളെ, ഇതൊന്നും സാബിനെ അറിയിക്കരുത്, അങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, എനിക്കത് സഹിക്കാൻ പറ്റില്ല, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യുകയില്ല എന്ന് പറയുമ്പോൾ, ആയിക്കോട്ടെ, ഇനിയെങ്കിലും എൻ്റെ പപ്പയെ നിങ്ങളൊന്നും പറ്റിക്കരുത് എന്ന് പറയുന്നു. അതുപോലെ ബൈജുവിനോടും പറഞ്ഞായിരുന്നു കേട്ടോ, എൻ്റെ പപ്പയുടെ സ്വത്ത് ഇതുപോലെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത്, കുറച്ചൊക്കെ നന്ദി വേണ്ടേ, ഇവിടെ വളർത്തുന്ന പട്ടിയുടെ നന്ദിയെങ്കിലും നിങ്ങൾക്ക് കാണിക്കാൻ മേലായിരുന്നോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ജോലിക്കാരുടെ കള്ളത്തരമൊക്കെ കണ്ടുപിടിച്ച് പൊളിച്ചിട്ട്
അച്ചടിക്ക് നിൽക്കുവാണ് അലീന. വല്യപ്പച്ചന് ഭയങ്കര സന്തോഷമായിട്ടോ അലീന ഇങ്ങനെ ഓരോന്നും ചോദിക്കുകയും അവരെ കൊണ്ട് ഉത്തരം പറയുകയും ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ അലീനയുടെ മുഖത്തേക്ക് ഇങ്ങനെ ഒരു ചെറു ചിരിയോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു വല്യപ്പച്ചൻ. ഏതായാലും വല്യപ്പച്ചനും അലീനയുടെ ആ പെർഫോമൻസൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.